നമ്മളിൽ ആരെങ്കിലും ഒരു ഡയബറ്റിക് പേഷ്യൻറ്റോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ എന്തെങ്കിലും ഒരു ചെറിയ അസുഖമല്ല ചെറിയൊരു പ്രശ്നം നമുക്ക് ശരീരത്തിനുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഫുഡിൻ്റെ ചാർട്ടൊക്കെ റെഡിയാക്കാവൂ. അതുപോലെ തന്നെ നമ്മൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നല്ലൊരു ഡയറ്റീഷ്യനെ കണ്ട് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ വേണം, കാരണം ഓരോരുത്തരുടെ ശരീരപ്രകൃതം ഓരോ രീതിയിലായിരിക്കും. ഓരോരുത്തർക്ക് എന്തൊക്കെയാണോ ആവശ്യത്തിന് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒരു ഫുഡിൻ്റെ ചാർട്ട് തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്, അവരുടെ നിർദ്ദേശപ്രകാരം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സെൽഫായിട്ട് നമ്മൾ ഒരിക്കലും നമ്മളെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഡയറ്റീഷ്യനോ ഡോക്ടറോ നമ്മുടെ കാർബ്സിൻ്റെ അളവ്, ചോറിൻ്റെ അളവൊക്കെ കുറക്കാനാണ് പറഞ്ഞതെങ്കിൽ ചിലപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അല്ലെങ്കിൽ അതിന് പകരം ഓട്സ് പ്രിഫർ ചെയ്യും ഒരു നേരത്തേക്ക്, അല്ലേ. അപ്പോൾ ഓട്സിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഏറ്റവും നല്ലത് സ്റ്റീൽ കട്ട് ഓട്സ് ആണെന്ന്. അപ്പോൾ സ്റ്റീൽ കട്ട് ഓട്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 ഐറ്റം ഞാനിതൊന്ന് കാണിച്ചു തരാം. ഇതിൽ കുറച്ചും കൂടെ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞാനിത് പ്രത്യേകം ആദ്യം തന്നെ എടുത്തു പറഞ്ഞത്, നമ്മൾ ഒരു സാധാരണക്കാരാണ്. ഒരിക്കലും സ്വന്തമായിട്ട് ഇന്നതാണ് നല്ലത് ഇന്നതാണ് മോശം അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങളിത് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങൾ, അതായത് ഞാനൊരു 3-4 ഐറ്റംസ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഓക്കെ ആണെങ്കിൽ, നിങ്ങളുടെ ബോഡിക്ക് ഇത് ഓക്കെ ആണെങ്കിൽ മാത്രം ഈ ഒരു റെസിപ്പി, അതായത് ഓട്സ് കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യുക. അപ്പോൾ വയസ്സായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഓട്സിൻ്റെ പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ നോർമൽ ഓട്സിനേക്കാളും സ്റ്റീൽ കട്ട് നല്ലതായിരിക്കും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ സ്റ്റീൽ കട്ട് കൊണ്ട് ഓട്സ് എപ്പോഴും കഞ്ഞി ഉണ്ടാക്കുമ്പോൾ നല്ല മടുപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ഓട്സ് പുട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു ടെക്സ്ചറാണ് ഉണ്ടാവുക, നല്ല വേവും ഉണ്ട്. സ്റ്റീൽ കട്ടിൻ്റെ ഓട്സാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ 2 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്തിട്ട് ഇതുപോലെ അരിച്ച് വെക്കണം കേട്ടോ, വെള്ളം വാരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് പിഴിഞ്ഞെടുത്താലും മതി. എന്നിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് പൊടിക്കുക. അപ്പോൾ ആദ്യം പൊടിക്കുമ്പോൾ അതൊക്കെയാണ് ഞാൻ നേരത്തെ കാണിച്ചത്, അത്ര നന്നായിട്ട് നുറുങ്ങിയാണ് വരിക. അതിനുശേഷം രണ്ടാമത് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ നോക്കിയിട്ട് ഗോതമ്പ് പൊടിയില്ലേ, ആട്ടപ്പൊടി, അതും കൂടെ ചേർത്തിട്ട് രണ്ടാമത് പൊടിക്കുക. അങ്ങനെ പൊടിക്കുമ്പോൾ നല്ല പഞ്ഞി പോലെ അല്ലെങ്കിൽ സ്മൂത്തായിട്ടുള്ള നമുക്ക് പുട്ട് കിട്ടും കേട്ടോ, ഓട്സ് പുട്ട്. അപ്പം ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഒരു നേരം ഓട്സിൻ്റെ പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ സ്റ്റീൽ കട്ട് കൊണ്ട് ഇതുപോലെ ഓട്സ് പുട്ട് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇതിന് നല്ല വേവ് ഉണ്ട്, അതുകൊണ്ടാണ് വെള്ളത്തിലിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു ടെക്സ്ചർ ആയിരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് കുതിർത്തതിന് ശേഷം മാത്രം ഇതുപോലെ അരിച്ചിട്ട് പൊടിച്ചെടുത്ത് പുട്ട് ചൂടാം. അപ്പോൾ ആദ്യം ഒന്ന് നുറുക്കിയിട്ട് മിക്സിയിൽ പൊടിക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ എങ്ങാനും നമ്മുടെ ആട്ടപ്പൊടി ചേർത്തിട്ട് പൊടിക്കുക. അങ്ങനെ ചെയ്ത് ഇതുപോലെ ഉപ്പും കൂടെ ചേർക്കണേ. പുട്ട് ചുടുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇനിയിപ്പം നമ്മൾ തേങ്ങ ഒഴിവാക്കാനാണ് പറഞ്ഞതെങ്കിൽ തേങ്ങ ഒഴിവാക്കിയിട്ട് നമുക്കൊരു കടലക്കറി വെക്കാം. ഒന്നുമില്ല, നമ്മൾ സാധാരണ കുതിർത്ത് വെച്ചിട്ടുള്ള കടല ഉണ്ടാവില്ലേ, അതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്തൊക്കെയാണോ നിങ്ങൾ സാധാരണ ഒരു കടലക്കറിയിലിടുന്നത് അതെല്ലാം ഇടുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 3 വിസിൽ വരെ വേവിക്കുക. അപ്പം ഞാനത് കൃത്യമായിട്ട് പറയാത്തത്, ഇതൊരു നോർമലായിട്ട് എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന കറിയാണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ തേങ്ങ ഒഴിവാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നന്നായിട്ട് വേവിച്ച് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് കുറച്ച്, അതായത് 2 ടേബിൾ സ്പൂണ് ഈ വെന്ത കടലയും കുറച്ച് ഉള്ളിയൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം സവാളയും കൂടി ചേർക്കണേ. അതെല്ലാം എടുത്തിട്ട്, അതായത് 2 ടേബിൾ സ്പൂൺ മാത്രം എടുത്തിട്ട് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷേ തേങ്ങ പാടയെ ഒഴിവാക്കണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ മാത്രം, അല്ലെങ്കിൽ 2-3 ടേബിൾ സ്പൂണ് വെന്ത കടലയും ഉള്ളിയൊക്കെ ചേർത്തിട്ട് എടുത്ത് അത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അരച്ച് ഇതിൽ മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല കൊഴുത്ത ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി ഉണ്ടാക്കാം. വറവൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെ ധാന്യങ്ങൾ വെച്ചിട്ടുള്ള ഏത് കറിയാണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. വെന്തതിന് ശേഷം അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്തത്, ഞാൻ ചെറുപയറാണെങ്കിലും വേറെ എന്താണെങ്കിലും ഈ ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് തേങ്ങ ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കടലപ്പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് വെന്ത കടലയോ അല്ലെങ്കിൽ വെന്ത ചെറുപയറോ എടുത്ത് അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. കടലപ്പൊടി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിലൊഴിച്ചിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ. മൈദയൊന്നും ചേർക്കുന്നതിനേക്കാളും നല്ലത് കടലപ്പൊടി തന്നെയാണ്. നമ്മുടെ പുട്ടും കടലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതുകൊണ്ടൊരു ഉപ്മാവ് ഉണ്ടാക്കാം. നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സ് നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് നല്ല വേവുണ്ട്. അപ്പോൾ ഉപ്മാവാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെള്ളത്തിൽ നന്നായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുട്ടിന് നമ്മൾ കുതിർക്കുന്നില്ലേ, അതുപോലെ തന്നെ കുതിർക്കണം. ഇപ്പം സ്റ്റീൽ കട്ട് ഓട്സ് 2 മണിക്കൂർ കുതിർക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ കുതിർത്ത് അത് ഊറ്റി വയ്ക്കുക, നേരത്തെ ചെയ്തതുപോലെ തന്നെ.
അപ്പോൾ അതിന് ശേഷം എന്താ പറയുക, ഒരു ഇത്തിരി എണ്ണ ചേർത്തിട്ട് അതിൽ കടുക് പൊട്ടിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ്. ഉപ്പുമാവിൽ എന്തൊക്കെയാണോ നിങ്ങൾ ഇടുന്നത് അതൊക്കെ ഇടുക. പച്ചമുളകും വലിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഇടില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾ ചേർക്കുന്നത് അതൊക്കെ ചേർക്കുക. വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ക്യാരറ്റും ഒക്കെ ചേർക്കുക കേട്ടോ. എന്തെങ്കിലും ബീൻസൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാനിപ്പം 1 ഗ്ലാസ് നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സാണ് എടുക്കുന്നത്. അപ്പോൾ 2 മണിക്കൂർ കുതിർത്ത് അരിച്ച് വെച്ചിട്ടുള്ള സ്റ്റീൽ കട്ട് ഓട്സാണ്. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് സ്റ്റീൽ കട്ട് ഓട്സിന് 3-4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. കാരണം ഇത് നല്ല വേവുണ്ട്. അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. 1 ഗ്ലാസ് സ്റ്റീൽ കട്ട് ഓട്സ് ആണെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടതിന് ശേഷമാണ് ആ ഓട്സ് ഇതിലേക്ക് ഇടുന്നത്. ഇനിയിപ്പോൾ ഓട്സ് ഇട്ടിട്ട് വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മളെല്ലാം പെട്ടെന്ന് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ 15 മുതൽ 20 മിനിറ്റ്, അതാണ് ഇതിൻ്റെ കണക്ക്. ഇനിയിപ്പോൾ കുക്കറിലാണ്, അതായത് ഇപ്പോൾ ഇത്രയും ഗ്യാസ് പോവുകയാണെങ്കിൽ നമുക്ക് കുക്കറിൽ ചെയ്യാം. അതും ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരൊറ്റ വിസിൽ കൊണ്ട് മതിയാവും കേട്ടോ. പക്ഷേ അത് കുക്കറിൽ ഇടുവാണെങ്കിലും നമ്മൾ വെള്ളത്തിൽ കുതിർക്കണേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 ഗ്ലാസ് വെള്ളമൊന്നും ആവശ്യമില്ല. അതായത് ഡബിളായിട്ട് മാത്രം എടുത്താൽ മതി. നമ്മൾ എത്രയാണോ ഓട്സ് എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം എടുക്കുക. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്നില്ലേ അതുപോലെ. എന്നിട്ട് കുക്കർ തുറന്നിട്ട് ബാക്കിയുള്ള വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അതങ്ങ് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ ഉപ്പുമാവിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഞാൻ ഓഫ് ചെയ്തതിന് ശേഷമാണ് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉപ്പുമാവ്, അതായത് നുറുക്ക് ഗോതമ്പത്തിൻ്റെ ഉപ്പുമാവ് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. പിന്നെ അങ്കണവാടിയിൽ നിന്നൊക്കെ നമുക്ക് ഉപ്പുമാവ് കിട്ടില്ലേ, ആ ഒരു ഉപ്പുമാവിൻ്റെ എല്ലാം ഒരു ടേസ്റ്റാണ് ഇതിൽ വരുന്നത്. നല്ല രുചിയാണ്. നമുക്കിങ്ങനെ എന്തെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്യുന്നത് പോലെയൊന്നും നമുക്ക് തോന്നില്ല. അതായത് ഇപ്പം ഇഡ്ഡലി കഴിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ദോശ കഴിച്ചാൽ മാത്രമേ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് തൃപ്തിയാവൂ അങ്ങനെയുള്ളവരാണെങ്കിലും ഇതാണെങ്കിൽ ടേസ്റ്റാണ്. പക്ഷേ മനസ്സിലാദ്യം നമ്മൾ തയ്യാറെടുക്കണം ഇതൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. ഇപ്പോൾ ഡെയിലി ഇത് മില്ലറ്റിൻ്റെ ഓട്സ് അല്ലെങ്കിൽ ഓട്സ് പുട്ടോ അല്ലെങ്കിൽ മില്ലറ്റ് പുട്ടോ കഴിക്കുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ളത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഡയറ്റീഷ്യനോ കൺസൾട്ട് ചെയ്തിട്ട് നോക്കിയിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണല്ലോ മുട്ട. പ്രോട്ടീൻ നന്നായിട്ടുണ്ടല്ലോ. അപ്പോൾ മുട്ട നമ്മൾ കഴിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ മുട്ട നമ്മൾ പുഴുങ്ങുവാണെങ്കിൽ അത് ആവശ്യത്തിന്, അതായത് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വേവിക്കുമല്ലോ. എന്നിട്ട് തണിഞ്ഞ വെള്ളത്തിലേക്ക് മാറ്റി വെച്ച് നമ്മൾ മുട്ടയുടെ തൊലി പൊളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലി പൊളിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്ന വേറൊരു കാര്യമാണല്ലോ നമ്മുടെ ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ്. അപ്പോൾ മധുരക്കിഴങ്ങാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അത് നമ്മുടെ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ആവിയിൽ കയറ്റുക 15 മിനിറ്റ് കേട്ടോ. അത് കറക്റ്റ് വെന്തായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ ഒരു 2 ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല മധുരക്കിഴങ്ങ് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും. അതായത് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 15 മിനിറ്റ്. അപ്പം അത് ഈ പറഞ്ഞതിലോട്ട് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അതിൻ്റെ ടൈം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കുക്കറിൽ വെള്ളത്തിലിട്ട് വേവിക്കുന്നതിനേക്കാളും നല്ലത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമ്മൾ അപ്പച്ചമ്പില്ലേ, അടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അടിയിൽ വെള്ളം വയ്ക്കുക, അതിൻ്റെ മുകളിൽ അരിപ്പത്തട്ട് വയ്ക്കുക, അതിലേക്ക് സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് വേവിച്ചെടുക്കുക 15 മിനിറ്റ് ലോ ഫ്ലെയിം കേട്ടോ. അതിന് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം. തേങ്ങ ചേർക്കാത്ത ഉള്ളി ചമ്മന്തി, ഒരു 10-15 ചെറിയുള്ളി എടുക്കുക. അത് നന്നായിട്ട് ഇഞ്ചി കുത്തുന്ന കല്ലാണ് ഞാൻ എടുത്തത്. ഇതിന് ടൈം ഇല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പ്രസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതിൽ ചേർത്തത് 15 ചെറിയുള്ളി, അതിൽ ഉപ്പിന് ആവശ്യത്തിന് ഉപ്പ്, എരിവിന് പച്ചമുളക്, പിന്നെ കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ പുളിക്ക് ഒന്നുകിൽ നമ്മൾ പിഴിയുന്ന പുളിയില്ലേ, അത് 1 ഇഞ്ച് കനത്തിൽ അതെടുക്കാം, അതല്ലെങ്കിൽ തൈര് ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. പിന്നെ പുളിയാണ് പുളി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഇത്തിരി പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ തൈരായതുകൊണ്ട് പച്ചവെളിച്ചെണ്ണ ചേർക്കണം എന്ന് നിർബന്ധമില്ല, ചേർത്താലും നല്ലത്. അപ്പോൾ നല്ലൊരു തൊടുകറി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്വീറ്റ് പൊട്ടറ്റോ ഇതിൽ ഒന്നങ്ങ് എടുത്തിട്ട്, അതായത് ഈ ഒരു ഉള്ളിയില്ലേ അതും എടുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ മധുരവും പിന്നെ ഇതിലുള്ള പുളിയും ഉപ്പും എരിവും എല്ലാം ചേർന്നിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. ടേസ്റ്റ് ഇങ്ങനെ നല്ല ബാലൻസ് ചെയ്യും. അപ്പം ഞാൻ പുളിക്ക് പകരം തൈരാണെങ്കിൽ നമ്മൾ മധുരക്കിഴങ്ങും ഈ ഒരു ചമ്മന്തി കോംബോവും ഒരു തവണയെങ്കിലും നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഒരിക്കലും അത് ദോഷമൊന്നും ഇല്ലല്ലോ. അപ്പം ഗുണാണെന്ന് പറയുന്നതിനേക്കാൾ ദോഷമില്ലല്ലോ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പം നമ്മുടെ ഫുഡിൽ നമ്മൾ എന്തായാലും സാലഡ് ഉൾപ്പെടുത്തണമല്ലോ. പച്ചക്കറികളിപ്പം വേണ്ടാന്ന് ആരും പറയില്ലല്ലോ. അത് നല്ലൊരു ഡ്രസ്സിങ്ങൊക്കെയുള്ള ഒരു സാലഡ്, അതായത് പച്ചക്കറി ഇങ്ങനെ പച്ചക്ക് കഴിക്കാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. ഞാനും ആ കൂട്ടത്തിൽ തന്നെയാണുള്ളത് കേട്ടോ. അതായത് ഇപ്പം ഈ എല്ലാം എടുത്ത് അരിഞ്ഞിട്ടിട്ട് ഒന്നുകിൽ നമുക്ക് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് കഴിക്കാം, ഓക്കെ, നമുക്ക് ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. പക്ഷേ അതിനേക്കാളും ഒരു പിടി മുന്നിൽ, അതായത് നമുക്കിപ്പം എന്താ പറയുക,
ഒരു ഷവർമയുടെ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റോടു കൂടി നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു റെസിപ്പി കറക്റ്റാണ് കേട്ടോ. ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിലുള്ള പച്ചക്കറിയുടെ കാര്യം നിങ്ങൾ തീരുമാനിക്കുക. അതായത് ചിലർക്ക് കാബേജ് കഴിക്കാൻ പറ്റുന്നവരുണ്ടാകും, പറ്റാത്തവരുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ആ ഇൻട്രഡക്ഷനിൽ ഞാൻ ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കാബേജ് ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ ഇത് നല്ല ഇതിൽ കൂടെ മിക്സ് ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് എടുക്കരുത്. ഉപ്പും മഞ്ഞളും ഉള്ള വെള്ളത്തിലേക്ക് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഉപ്പ് വിനാഗിരിയുള്ള വെള്ളത്തിലേക്ക് ഇടുക. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ഇത് കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകുക. അപ്പോൾ അങ്ങനെ ഇടരുത്. അതിൻ്റെ ഇതളൊക്കെ നിവർത്തിയതിന് ശേഷം ഇടുക. അറിയാലോ ഇത് നന്നായിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് മരുന്ന് ഇതിൽ അടിക്കുന്നുണ്ട്. എല്ലാ പച്ചക്കറികളിലും മരുന്ന് അടിക്കുന്നുണ്ട് നമുക്കറിയാം. പക്ഷേ കേബേജ് ആകുമ്പോൾ ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. പച്ചയ്ക്ക് കഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അങ്ങനെ ഇത് വെള്ളത്തിലിട്ടതിന് ശേഷം, അതായത് ഉപ്പും വിനാഗിരിയാണ് വെള്ളത്തിൽ ചേർക്കുന്നത്, ഒരു 10-15 മിനിറ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. നല്ല വെള്ളത്തിൽ 3-4 തവണ കഴുകുക. ചൂടുവെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളമാണെങ്കിൽ ആ കേബേജ് അങ്ങ് വാടിപ്പോവും. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതരിച്ച് മാറ്റി വയ്ക്കുക, ഊറ്റി വയ്ക്കുക. അതായത് വെള്ളത്തിൻ്റെ അംശം ഒഴിവാക്കണം. നമ്മളെപ്പോഴും സാലഡ് ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ഭയങ്കര സോക്കി ആകുന്നത് പോലെ തോന്നും. പ്രത്യേകിച്ച് നമ്മൾ ഒന്ന് തണുപ്പിച്ചിട്ടൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഊറ്റുക. പിന്നെ നമ്മൾ കക്കിരിയൊക്കെ ചേർക്കുകയാണെങ്കിലും നമ്മൾ ലാസ്റ്റാണ് അത് ചേർക്കേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ അല്ലിയുടെ ഭാഗങ്ങൾ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്യുക. അപ്പം അത് കുതിർക്കുന്ന സമയത്ത് ഞാനിപ്പം ഒരു മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിടി കാഷ്യൂനട്ടില്ലേ, നമ്മുടെ അണ്ടിപ്പരിപ്പ്, അത് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ നല്ല വെള്ളത്തിലോ ഒന്ന് കുതിർക്കാനും വയ്ക്കുക. ഇനിയിപ്പോൾ ഈ കാഷ്യൂനട്ടിന് പകരം ബദാമ വേണമെങ്കിൽ അതെടുക്കാം. പിന്നെ നിലക്കടലയില്ലേ, അത് വേണമെങ്കിൽ അതെടുക്കാം. അതല്ല നമ്മുടെ വെള്ളക്കടലയാണെങ്കിൽ അതൊന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് വേവിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളക്കടലയെ എടുക്കുക കേട്ടോ. അതാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വേവിക്കണം എന്ന് മാത്രം. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. അത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ കാബേജൊക്കെ വെള്ളത്തിൽ കുതിർത്തും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം പച്ചമുളകല്ല ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഒന്നങ്ങ് അരിഞ്ഞെടുക്കണം. ഞാനിപ്പം ഒരു വെള്ളരിയല്ല നമ്മുടെ കക്കിരിയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതും ഒന്ന് അതിൻ്റെ അല്ലിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ നമ്മൾ ഇതിപ്പം വെന്ത മുട്ടയൊക്കെ തണിഞ്ഞതിന് ശേഷം തൊലിയൊക്കെ പോക്കി അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും, പിന്നെ അതാണ് 2 മെയിൻ കാര്യങ്ങൾ. പിന്നെ ഉപ്പിൻ്റെ രുചിക്ക് ഉപ്പ്, കുരുമുളകിൻ്റെ ടേസ്റ്റിന് കുരുമുളക്, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് അരച്ചെടുക്കുക. അപ്പം മുട്ടയായതുകൊണ്ട് തന്നെ ആദ്യം ഒരു ക്രഷ് ആയതുപോലെയാണ് ഉണ്ടാവുക. രണ്ടാമത്തെ ട്രിപ്പ് അരക്കുമ്പോൾ അധികം പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുക. പിന്നെ ഇത്തിരി ഒരു മധുരം, ഒരു പൊട്ടിക്ക് വേണമെങ്കിൽ മാത്രം തേന് 1-2 ഡ്രോപ്പ് നമുക്ക് ഒഴിക്കാം. അത് മധുരത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കാം. എനിക്കിപ്പം ബോട്ടിൽ തീർന്നു, അതുകൊണ്ട് ഞാൻ 2 ഡ്രോപ്പ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. പിന്നെ പഞ്ചസാര ഇടണ്ട കേട്ടോ. എല്ലാം ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കുക. അടിപൊളി ക്രീമി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇത് നിങ്ങൾക്ക് ഈ സാലഡിന് അല്ലെങ്കിലും നമ്മൾ ഷവർമയുടെ ഫില്ലിംഗ് ആയിട്ടും ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷവർമ ഫില്ലിങ് നമുക്ക് ഉണ്ടാക്കാം. മയോണൈസൊക്കെ ഒഴിവാക്കുന്നതിനല്ലേ നല്ലത്. ഇനി കുഞ്ഞുങ്ങൾക്ക് ഷവർമ ഫില്ലിങ് ഉണ്ടാക്കുന്നെങ്കിൽ നമ്മുടെ ചീസിൻ്റെ സ്ലൈസ് ഇല്ലേ, ആ സ്ലൈസും കൂടെ നമുക്കിതിൽ ഇട്ടിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല നമ്മളിതിപ്പം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്ന്. അത്രയും ആ ഒരു നമ്മുടെ എനിക്ക് തോന്നുന്നു മയോണൈസിനേക്കാളും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് തന്നെയാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നില്ലേ ഞാൻ ഇങ്ങനെ എടുത്തങ്ങ് കഴിക്കും കേട്ടോ. എന്താ പറയുക, ഉപ്പിന് ഉപ്പ്, പുളി, പിന്നെ മധുരം, അതുപോലെ ക്രീമി ടെക്സ്ചർ എല്ലാം ചേർന്ന് വന്നിട്ട് ഭയങ്കര രുചിയാണ്. വെറുതെ ചപ്പാത്തിക്ക് പോലും ഇത് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അതിനിടയിൽ ഞാൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, പിന്നെ അതുപോലെ കക്കിരി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ടിട്ട് ഒന്നങ്ങ് അരിച്ചെടുത്തിട്ടുള്ള നമ്മുടെ കാബേജില്ലേ, 2 കാബേജ് ഉണ്ട് കേട്ടോ. വയലറ്റും വെള്ള എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നങ്ങ് ഇത്തിരി അതായത് അര ബൗളാണെങ്കിൽ അര ബൗൾ, ഒരു ബൗളാണെങ്കിൽ ഒരു ബൗൾ, നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ നിലക്കടല വറുത്തത് ഇവിടെ ഉണ്ടായതുകൊണ്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഇതില്ലേ നമ്മുടെ ഡേറ്റ്സ് ഇടുന്നുണ്ട്, ഈത്തപ്പഴം അതിടുന്നുണ്ട്. പിന്നെ അധികം പഴുക്കാത്ത നമ്മുടെ പപ്പായ ഉണ്ടെങ്കിൽ, കറമൂസ അതുണ്ടെങ്കിൽ അത് ചേർക്കാം. എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്യുക. ഇനിയിപ്പം നമുക്ക് ഫ്രൂട്ട്സ് ഒഴിവാക്കണമെങ്കിൽ ആ പപ്പായ അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ ഒഴിവാക്കാം കേട്ടോ. പച്ചക്കറികൾ മാത്രം ചേർക്കാം. എന്താണോ നമുക്ക് വേണ്ടത് അതെല്ലാം ഇടുക. ഈ ഡ്രസ്സിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സോസില്ലേ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പം അടച്ച് തന്നെ വെക്കണം.
പിന്നെ നമ്മൾ കക്കിരിയൊക്കെ ഇട്ടതാണ്. അപ്പോൾ അധികം തണുപ്പിക്കുമ്പം എന്തായാലും കക്കിരിയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ കക്കിരി ചേർക്കാം. പക്ഷേ ഞാനിപ്പം എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം. ഇനിയിപ്പം ഇതിൽ നിങ്ങൾക്ക് ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചിട്ട് അത് വേണമെങ്കിൽ ചേർത്താലും നല്ല ടേസ്റ്റാണ്, നല്ല പ്രോട്ടീനും കൂടെ ആവുമല്ലോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ്, ഹെൽത്തി എന്ന് പറയണ്ട, അതിനേക്കാളും നല്ലത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡ് നമുക്ക് കഴിക്കാം. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒന്നും കൂടെ ഒരു സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ സ്മൂത്തിയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. എല്ലാ സീഡ്സും, അതായത് നമ്മൾ ചിയ സീഡ്സും ഫ്ലാക്സ് സീഡും സൺഫ്ലവറും പംകിൻ സീഡും എന്തൊക്കെ സീഡ്സാണോ ഉള്ളത് അതൊക്കെ ഇടുക. പിന്നെ നമ്മുടെ ഡേറ്റ്സ് ഇടുക, ബദാം ഇടുക, എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് കഴുകുന്നതായിരിക്കും നല്ലത്. പിന്നെ ചിയ സീഡൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളം കുതിർക്കുമ്പം തന്നെ അത് ഇങ്ങനെ കുതിർന്ന് വരും. പക്ഷേ അധികം ഇങ്ങനെ സോക്ക് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ അങ്ങ് ഞെരടി കഴുകിയിട്ട് അരിപ്പയിലൂടെ അങ്ങ് അരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് സോക്ക് ചെയ്യുന്നത്. അപ്പം ഇതിപ്പം അരമണിക്കൂർ എങ്ങാനും കുതിർക്കാം. തലേദിവസം കുതിർത്ത് വെക്കണം നിർബന്ധമില്ല. ഞാനിപ്പോൾ അരമണിക്കൂർ മുന്നേ ആണ് കുതിർക്കുക. കാരണം ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ ദഹനക്കുറവുണ്ടാവുമല്ലോ. അപ്പോൾ അതിനായിട്ട് അരമണിക്കൂറാണ് ഞാനിവിടെ ചെയ്യാറുള്ളത്. ഇതൊന്നും എന്നും കഴിക്കണം ഞാൻ പറയില്ല. പക്ഷേ നിങ്ങളൊരു സ്മൂത്തി പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നല്ല ഓപ്ഷനാണ്. ടേസ്റ്റായിട്ട് നമുക്കൊരു സ്മൂത്തി കഴിക്കാം. വയറ് ഫില്ലാവുകയും ചെയ്യും. രാവിലെയൊക്കെ നമ്മൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിലും രാവിലെ ഇത് കഴിച്ചിട്ട് നമുക്ക് എല്ലാ പണിയും എടുക്കാം. ഒരു 11:30 വരെ നമുക്ക് വിശപ്പ് അറിയില്ല കേട്ടോ. 11:30ക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു കക്കിരി എങ്ങാനും എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിലാണ് ഞാനിത് പറയുന്നത്. 2 പേർക്ക് കഴിക്കുന്ന അളവാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള വിത്തുകളെല്ലാം 1 ടേബിൾ സ്പൂണാണ് എടുത്തത്. പിന്നെ 3-4 ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ഗ്ലാസ് ആണെങ്കിൽ 6 ടേബിൾ സ്പൂണ് നമ്മുടെ റോൾഡ് ഓട്സും കൂടെ ചേർക്കണം. അതായത് 1 ഗ്ലാസ് ആണെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഓട്സ്, ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. എല്ലാം ചേർത്തിട്ട് അരമണിക്കൂർ നല്ല വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം, അരമണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങളുടെ സൗകര്യം പോലെ, 10 മിനിറ്റ് ഒന്നും കുതിർത്തിട്ട് ചെയ്യേണ്ട കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ റോബസ്റ്റ പഴം ചേർക്കുന്നില്ല, കാരണം ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടണമല്ലോ. അപ്പോൾ രണ്ടാമത്തെ അതായത് ആദ്യം ഒരു ട്രിപ്പ് അരയ്ക്കുക, അതിന് ശേഷം ഇത് തുറന്നിട്ട് നമുക്ക് 2 റോബസ്റ്റ പഴം എടുക്കുക. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കുക. അപ്പം ഇനി അരയ്ക്കുമ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർക്കുന്നത്. ഞാനിവിടെ പാലൊന്നും എടുക്കുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് പാൽ കൂടുതൽ ഉൾപ്പെടുത്തണമെങ്കിൽ പാൽ ചേർക്കാം. അതിൽ ഏത് മിൽക്കാണോ യൂസ് ചെയ്യുന്നത് അത് ചേർക്കാം. പക്ഷേ ഞാനിപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. ഇതും നല്ലൊരു ഓപ്ഷനാണ്. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സ്മൂത്തി കഴിക്കാം. ഒരു 1.5 ഗ്ലാസ് വെള്ളം മതിയാവും കേട്ടോ. എന്നിട്ട് അരച്ചെടുക്കാൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്ര കട്ടി വേണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഓട്സിന് പകരം 2 ടേബിൾ സ്പൂൺ ഓട്സ് എടുക്കാം. ഇനിയിപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവും കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്യാം. എങ്ങനെയാണെങ്കിലും നല്ല വയറ് ഫില്ലാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു സ്മൂത്തി. ആപ്പിളോ സ്ട്രോബെറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ടും അതൊക്കെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് അരച്ച് കലക്കി കുടിക്കുക കേട്ടോ. ഇന്ന് പല തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ആണ് പറഞ്ഞത്. ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തന്നെ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. താങ്ക്